ഓപ്പൺ ആയോ ഇല്ലയോ? സാർ സെർവർ പ്രോബ്ലം ആയതുകൊണ്ട് പാസ്വേഡ് റീകളക്ട് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. സാർ കോഡിംഗ് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്രാക്ക് ആവും. ഒന്ന് വെയിറ്റ് ചെയ്യും. ഒരു മണ്ണ് മനസ്സിലാവുന്നില്ല. നീ ഓപ്പൺ ചെയ്ത് വെക്കാം. ആദ്യം നീ ആട്ടോ ഒന്ന് നിർത്തി. ഈ പേനാട്ടം നീ നിർത്താറായില്ലല്ലേ? നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടാ. ആദിത്യ, തന്റെ പേര് ആദിത്യ അല്ല സാർ, കിഷോർ. കിഷോറോ? ഇവിടെ നിനക്ക് എന്താ പണി? സാർ അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഐഡിയുടെ പാസ്വേഡ് മറന്നുപോയി. അതുകൊണ്ട് റീസെറ്റ് ചെയ്യാൻ ഞാൻ ചോദിച്ചില്ലല്ലോ. എന്താ വിക്രം, നിന്റെ പാസ്വേഡ് ഐഡി നീ തന്നെ മറന്നുപോയോ? അത് പിന്നെ ലാസ്റ്റ് ടൈം ഞാൻ ചേഞ്ച് ചെയ്തത്. ഞാൻ വന്നതിന്റെ കാര്യം എന്താന്ന് വെച്ചാ, വൈറ്റിൽ ഓപ്പറേഷൻ എൻകൗണ്ടറിന് എന്ത് പേരാ നമ്മൾ വെച്ചത്? വേളച്ചേരി ഓപ്പറേഷൻ. എന്താ ഒരു സംശയം പോലെ? അത് ആ ടീമിൽ ആരൊക്കെയാ ഉണ്ടായിരുന്നത്? അത് എന്തിനാ സാർ ചോദിക്കുന്നത്? അവരോട് ചോദിച്ചറിയാൻ പറ്റുമല്ലോ അല്ലേ? എൻ്റെ ടീമിൽ എല്ലാവരും ഉണ്ടായിരുന്നു സാർ. എൻ്റെ ടീമിൽ അന്ന് അക്ഷരയോ? ആ ഓപ്പറേഷനിൽ അക്ഷരയില്ലായിരുന്നു. എന്തു പറ്റി നിനക്ക്? ഒരു കാര്യം ഓർമ്മയില്ലല്ലോ. എടുക്ക്. ഹലോ സാർ, ആദിത്യൻ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഒരുപാട് നേരമായിട്ട് ട്രൈ ചെയ്യുന്നു. വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നില്ലായിരുന്നു. സാർ, ക്രാക്ക് ആയി കഴിഞ്ഞു. മാഷേ, ലോക്ക് ചെയ്യാൻ നോക്കുവാണോ? ഹലോ സാർ, ഞാൻ വിക്രം സാർ. പറഞ്ഞാട്ടെ സാറേ, എന്നാ നിന്റെ സംസാരം കേൾക്കാൻ കമ്മീഷണർ ജീവനോടെ ഇല്ലല്ലോടാ. അയാൾക്ക് എന്തിനാണ് നീ ഫോൺ ചെയ്തേ? അന്യായമായിട്ടൊരു നല്ല ഓഫീസറെ കൊന്നു കളഞ്ഞില്ലടാ. ശരി, ഇപ്പൊ നീ എന്തിനാ കഷ്ടപ്പെട്ട് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത്? ഞാനിപ്പോ നിന്റെ തന്തയെ അകത്തേക്ക് അയക്കാൻ പോവല്ലേ. ഡിപ്പാർട്ട്മെന്റ് നിന്നെ രാജമര്യാദയിലൂടെ റിലീസ് ചെയ്യാൻ പോവല്ലേ. മനസ്സിലായില്ല? ആർക്കും അറിയാതെ ഒളിച്ചു വെച്ചിരുന്നില്ലേ നിന്റെ അച്ഛന്റെ വീഡിയോ എവിഡൻസ്? അത് ഞാൻ എടുത്തു പാർട്ട്ണർ. നീ ഐഫോണിൽ റെക്കോർഡ് ചെയ്തില്ല ഒരു സത്യവാങ്മൂലം? അത് ഞാൻ ഐക്ലോഡിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. അത് ഞാൻ പുറത്തുവിടാൻ പോവാ. നിനക്ക് അകത്ത് പോകാൻ സമയമായി. നീ വിക്രമായി അഴിയണം. ഞാൻ ആദിത്യനായി ജീവിച്ചോളാം. ഇനി എന്താടാ നിന്റെ പരിപാടി? നീ ലവ് ചെയ്യുന്ന മഹയില്ലേ, അവളിപ്പോ എന്റെ കൂടെയാടാ. ഗുഡ് ലക്ക് പാർട്ട്ണർ. അവനെന്താ ഭയമില്ലാത്തത്? അവൻ എൻ്റെ അടുത്ത് വന്നാലല്ലേ എനിക്ക് അവൻ്റെ ദേഹത്ത് കയറാൻ പറ്റൂ. ഇനി അവൻ എങ്ങോട്ടായിരിക്കും പോവുക? അവളുടെ അടുത്തേക്ക് തന്നെ ആയിരിക്കും. മഹാ, മഹാ, ആരാത്? ദൈവത്തെ ആവശ്യമില്ലാതെ മണ്ടത്തരം കാണിക്കരുത്. പറയുന്ന കേട്ടോ. വേണ്ട. പേടിച്ചു പേടിച്ചു പേടിച്ചു. നന്നായിട്ട് പേടിച്ചു അല്ലേ? ശരിക്കും പേടിച്ചു അല്ലേ? എന്താ ഇതൊക്കെ? ഞാൻ ഇവിടെ വന്നതിന് ശേഷം നീ ഒരു ദിവസം പോലും സമാധാനായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണിത്. ഇന്നത്തെ ദിവസം എന്റെ സ്പെഷ്യൽ ട്രീറ്റ്. കം. നോ. എങ്ങനെയുണ്ട്? ഫോൺ ഫോൺ ഫോൺ. സാർ തന്നെ നമ്പർ ട്രേസ് ചെയ്തപ്പോ സാറിന്റെ വീട്ടിലെ നമ്പറിലേക്ക് 3 പ്രാവശ്യം കോൾ പോയിട്ടുണ്ട്.
അവൻ അവിടെ നിന്ന് എസ്കേപ്പായി. ഇവിടാണെങ്കിൽ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. വീട്ടിലേക്ക് 3 തവണ ഫോൺ ചെയ്തിട്ടുണ്ട്. ആഹാരത്തിൽ വല്ല വിഷവും ചേർത്തിട്ടുണ്ടാവോ? കഴിക്കൂ. അതെടുക്ക്. അത് വേണം. എന്താ? ഞാൻ മാത്രം കഴിച്ചാ മതിയോ? നീയും കഴിക്ക. ഇല്ല, വേണ്ട. ഓ, ഇറക്കുന്നുണ്ടോ നോക്ക്. ഭക്ഷണം ഇറക്കുന്നുണ്ടോ നോക്ക്. നിക്കടാ നിക്കടാ. ഇവള് നല്ലവളാണെന്ന് തോന്നുന്നു. നീ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിക്കുന്നേ? ആ വിക്രം, ഒരു കാര്യം ഞാൻ മറന്നുപോയി. ഇന്ന് ആരോ ഒരാൾ എനിക്ക് ഫോൺ ചെയ്ത് ഞാനാണ് വിക്രം, നിന്റെ കൂടെയുള്ളത് ആദിത്യനാണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. അതിന് നീ എന്താ പറഞ്ഞ ബേബി? അതിന് ഞാൻ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക സർ? അറിയില്ല ബേബി. ഞാൻ ആരാ? അസിസ്റ്റന്റ് കമ്മീഷണറിന്റെ വൈഫ്. ഞാൻ വിശ്വസിക്കോ? ഫോൺ അപ്പൊ തന്നെ കട്ട് ചെയ്തു. സ്മാർട്ട് റൈറ്റ്? ബേബി ആദ്യം തന്നെ. ബേബി, അവൻ വലിയൊരു അക്യൂസ്ഡ് ആണ്. എന്നോടുള്ള ദേഷ്യം കൊണ്ട് നിന്നെ എന്തെങ്കിലും അവൻ ചെയ്യാൻ നോക്കും. സപ്പോസ് ഞാൻ ഇല്ലാത്ത സമയത്ത് അവൻ വന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? നീയുള്ളപ്പോ ഞാൻ എന്തിനാ പേടിക്കുന്നേ? അതൊക്കെ ഞാൻ ഈസി ആയിട്ട് നോക്കിക്കോളാം. അതെങ്ങനെ നോക്കും നീ? ഇപ്പൊ എന്നെ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ വന്നേ. നിനക്ക് എപ്പോഴും കുട്ടികളെ ഉള്ളല്ലോ. അവിടെ എന്തിനാണ് എന്നെ ഇടിച്ചത്? നീ തന്നെയല്ലേ എന്നെ പഠിപ്പിച്ചു തന്നെ. അപ്പൊ ബ്ലോക്ക് ചെയ്യണ്ടേ? നീ ബ്ലോക്ക് ചെയ്തിരുന്നിട്ട് എന്നെ കുറ്റം പറയാണോ? നല്ല ഫോഴ്സിലാണോ അടിച്ചത്? തെണ്ടി പാർട്ണറെ, ഇതൊക്കെയാണോ നീ പറഞ്ഞു കൊടുക്കുന്നത്? സോറി വിക്രം, ഞാൻ അറിയാതെ. ഇതൊക്കെ ഇപ്പത്താ. ശരി, വാ വാ. ഓക്കെ ഓക്കെ, ഞാൻ ഇത്തിരി വെള്ളം എടുത്തിട്ട് വരാം. ഹലോ സാർ, ഞങ്ങൾ കൺട്രോൾ റൂമിൽ നിന്നാണ് സംസാരിക്കുന്നത്. ജയിലിൽ നിന്ന് എസ്കേപ്പ് ആയ ആദിത്യനെ പാലോട് പോലീസ് സ്റ്റേഷന്റെ അടുത്ത് വെച്ച് അറസ്റ്റ് ചെയ്തിട്ട് വിവരം ലഭിച്ചിട്ടുണ്ട്. പെട്ടെന്ന് വരാമോ സാർ? വരാം. മഹാ, സുഖം തന്നെയല്ലേ മഹാ? ഞാൻ വിക്രമാണ് മഹാ, എന്നെ വിശ്വസിക്കേ. നിന്റെ കൂടെ ഉള്ളത് ഞാനല്ല, നിന്റെ കൂടെ ഉള്ളത് ആദിത്യന്. മഹാൻ, അവൻ എന്നെ എല്ലാം മാറ്റി മറിച്ചു കളഞ്ഞു മഹാ. എന്നെ വിശ്വസിക്കേ. അവൻ നിന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് ഉറപ്പാ. ഞാൻ വിക്രമാ, നീ എന്റെ കൂടെ. പ്ലീസ് ദയവേത് എന്നെ ഒന്നും ചെയ്യരുത്. മഹാ, പ്ലീസ്. മഹാ, ഞാൻ നിന്നെ എന്ത് ചെയ്യുമെന്നാ പറയുന്നേ? നിന്റെ വിക്രമാ ഞാൻ. സത്യമാണ് മഹാ, ഞാൻ പറയുന്നത് വിശ്വസിക്കും മഹാ. അവൻ നിന്നെ എന്തെങ്കിലും ചെയ്യും മഹാ. നീ എന്റെ കൂടെ വാ. നിനക്കെന്ത് ഭ്രാന്ത് പിടിച്ചിരിക്കണോ? ഞാൻ വിക്രമ. അവൻ എന്റെ രൂപം നിന്നെ മാറ്റിക്കളഞ്ഞ ഞാൻ എങ്ങനെയാ നിന്നെ? സോറി മഹാ, സോറി മഹാ, എന്നെ വിശ്വസിക്കേ. ഞാൻ വിക്രമ മോളെ. മഹാ, എന്നെ നീ മഹാ, വാതിൽ തുറക്ക. ബേബി, വിക്രം, അവൻ ഇവിടെ വന്നിട്ടുണ്ട്.
നീ ഇപ്പൊ എവിടെ ഉള്ളതെന്ന് പറ. ഞാൻ നമ്മുടെ റൂമിൽ തന്നെ ഇരിപ്പുണ്ട്. അയാള് അപ്പുറത്തുണ്ട്. നീ പുറത്തു വരരുത്. ഞാനിപ്പോ അങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണേ. വിക്രം, എനിക്ക് പേടിയാവുന്നൊന്ന് വേഗം വാ. ഞാൻ വരാ.